Interrupts. An interrupt is a signal to processor sent by an external device indicating anyone need immediate attention. Whenever an interrupt occurs, the processor completes the execution of the current instruction and start the execution of interrupt service routine. ISR tells the processor what to do when interrupt occurs. Interrupt എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തടസ്സം. അതൊരു സിഗ്നലാണ്. അത് ഒരു എക്സ്റ്റേണൽ ഡിവൈസ് പ്രൊസസ്സറിന് സെൻഡ് ചെയ്യുന്ന ഒരു സിഗ്നലാണ്. ആ സിഗ്നലിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഒരു ഇവൻറ്റിൻ്റെ ഇമീഡിയറ്റ് അറ്റൻഷൻ അത്യാവശ്യമാണ് എന്ന് പറയുന്നതാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്യുമ്പോൾ പ്രൊസസ്സർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കറൻറ്റ് ഇൻസ്ട്രക്ഷൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത് ഈ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ പറഞ്ഞിട്ടുള്ള അത് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ISR ആണ് പ്രൊസസ്സറിനോട് എന്താണ് ചെയ്യേണ്ടത്, ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രൊസസ്സറിനോട് പറയുന്നത് ISR ആണ്. അപ്പോൾ ഇതാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. 8085 interrupts. 8085 has multi-level interrupt system. It supports two types of interrupts, hardware interrupts and software interrupts. 8085 interrupts ഏതൊക്കെയാണ്? ഹാർഡ്വെയർ ഇൻട്രപ്റ്റും സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റും. ഹാർഡ്വെയർ interrupts. When microprocessor receives interrupt through pins known as hardware interrupts. പിൻസിലൂടെ ഇൻട്രപ്റ്റ് ഉണ്ടാകുന്നതിനാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ്? ട്രാപ്പ്, RST 7.5, RST 6.5, RST 6.5 പിന്നെ 5.5 ആണ് തെറ്റ് ഇതാണ്. പിന്നെ INTR അതൊക്കെയാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാംസിലൂടെ അങ്ങനെ പ്രോഗ്രാംസിൻ്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഈ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. അത് RST 0, RST 1, RST 2 അങ്ങനെ RST 7 വരെയുള്ളതാണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. In 8085 microprocessor, interrupts are generally classified as 8085 microprocessoriൽ ഇൻട്രപ്റ്റ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്, മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്, വെക്റ്റർ ഇൻട്രപ്റ്റ്സ്, നോൺ വെക്റ്റർ ഇൻട്രപ്റ്റ്സ്, എഡ്ജ് ട്രിഗേർഡ് ഇൻട്രപ്റ്റ്സ്, ലെവൽ ട്രിഗേർഡ് ഇൻട്രപ്റ്റ്സ് അങ്ങനെയൊക്കെയാണ് 8085 മൈക്രോപ്രൊസസ്സറിലെ ഇൻട്രപ്റ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്. NMI is an interrupt that cannot be ignored or masked. നമുക്ക് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? പേരിൽ തന്നെ അറിയാം, നമുക്ക് ഇഗ്നോർ ചെയ്യാനോ മാസ്ക് ചെയ്യാനോ പറ്റില്ല. NMI are typically used to handle non-recoverable errors which needs immediate attention. നോൺ റിക്കവറബിൾ ആയിട്ടുള്ള എറേഴ്സിന് പെട്ടെന്ന് ഇമീഡിയറ്റ് അറ്റൻഷൻ ആവശ്യമാണ്. അങ്ങനത്തെ ഇതിനാണ് നമ്മൾ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് യൂസ് ചെയ്യുന്നത്. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ഈസ് ജനറലി യൂസ്ഡ് വെൻ റെസ്പോൺസ് ടൈം ഈസ് ക്രിറ്റിക്കൽ. റെസ്പോൺസ് ടൈം ക്രിറ്റിക്കൽ ആകുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുക. ആൻഡ് വെൻ ആൻ ഇൻട്രപ്റ്റ് ഷുഡ് നോട്ട് ബി ഡിസേബിൾഡ് ഇൻ നോർമൽ ഓപ്പറേഷൻ ഓഫ് ദ സിസ്റ്റം. 8085 has one such non-maskable interrupt called trap. 8085 ഒരു നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ് ട്രാപ്പ്. അതായത് റെസ്പോൺസ് ടൈം ക്രിറ്റിക്കൽ ആകുമ്പോഴാണ് നമ്മൾ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് യൂസ് ചെയ്യുന്നത്. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് ഇഗ്നോർ ചെയ്യാനോ മാസ്ക് ചെയ്യാനോ പറ്റാത്തതാണ്. മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്. മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആർ ഇൻട്രപ്റ്റ്സ് which can be ignored or masked. The response time of these interrupts are high. These interrupts are generally used to interface the peripheral devices. RST 7.5, 6.5, 5.5 trap. മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഗ്നോർ ചെയ്യാനോ മാസ്ക് ചെയ്യാനോ പറ്റുന്നതാണ് മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റെസ്പോൺസ് ടൈം എന്താ ഹൈ ആണ്. എക്സാമ്പിൾസ് നോക്കാം. RST 7.5, RST 6.5, RST 5.5 ട്രാപ്പ്. ഇതൊക്കെയാണ് മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്. വെക്റ്റർ ഇൻട്രപ്റ്റ്സ്. When a vector interrupt arises, the microprocessor transfers its control to a predefined memory location which is called vector location of that vector interrupt. At this vector location, microprocessor gets the address of the interrupt service routine. The 8085 microprocessor all interrupts except the INTR are vector interrupts. Vector interrupts എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു വെക്റ്റർ ഇൻട്രപ്റ്റ് ഉണ്ടാകുമ്പോൾ മൈക്രോപ്രൊസസ്സർ അതിൻ്റെ കൺട്രോൾ ഒരു പ്രീഡിഫൈൻഡ് മെമ്മറി ലൊക്കേഷനിലേക്ക് കൊടുക്കും. അതിനാണ് നമ്മൾ വെക്റ്റർ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ വെക്റ്റർ ലൊക്കേഷനിൽ വെച്ചിട്ട് മൈക്രോപ്രൊസസ്സറിന് അഡ്രസ് ഓഫ് ഇൻട്രപ്റ്റ്, അതായത് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ അഡ്രസ്സ് അവിടെ നിന്ന് ആ ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ISRൻ്റെ അഡ്രസ്സ് കിട്ടും. അപ്പോൾ 8085 മൈക്രോപ്രൊസസ്സറിലെ എല്ലാതും വെക്റ്റർ ഇൻട്രപ്റ്റ്സ് ആണ് എക്സെപ്റ്റ് INTR ഒഴിച്ച് ബാക്കിയെല്ലാം വെക്റ്റർ ഇൻട്രപ്റ്റ്സ് ആണ്.
Non-vectored interrupts. In case of non-vectored interrupts, the address of interrupt service routine needs to be supplied externally by the device. The 8085 microprocessor has INTR as the only one non-vectored interrupt. Non-vectored interrupt എന്ന് പറയുന്നത് ഇവിടെ ഈ non-vectored interruptൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ ISRൻ്റെ അഡ്രസ്സ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് ഒരു പ്രീ ഡിഫൈൻ ലൊക്കേഷൻ അങ്ങനെയൊന്നുമല്ല. നമുക്ക് വെക്റ്റഡ് ഇൻട്രപ്റ്റിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു എക്സ്റ്റേണൽ ഡിവൈസാണ് ISRൻ്റെ അഡ്രസ്സ് സപ്ലൈ ചെയ്യുന്നത്. 8085 മൈക്രോ പ്രൊസസ്സറിൽ INTR ആണ് ഒരു ഓൺലി നോൺ വെക്റ്റഡ് ഇൻട്രപ്റ്റ് ആയിട്ടുള്ളത്. Edge triggered interrupt. Edge level interrupts are recognized on falling or rising edge of input signal. ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫോളിങ് റൈസിങ് അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എഡ്ജ് ലെവൽ ഇൻട്രപ്റ്റ്സ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ദേ ആർ ജനറലി യൂസ്ഡ് ഫോർ ഹൈ പ്രയോറിറ്റി ഇൻട്രപ്റ്റ്സ് ആൻഡ് ആർ ലാസ്റ്റ് ഇൻറ്റേർണലി ഇൻസൈഡ് ദ പ്രൊസസ്സർ. അതായത് ഈ എഡ്ജ് ട്രിഗർ ഇൻട്രപ്റ്റ് നമ്മൾ സാധാരണ ഹൈ പ്രയോറിറ്റി ഇൻട്രപ്റ്റ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ are latched internally inside the processor. If this latching is not done, processor could easily miss the falling edge due to short duration. ഈ ലാച്ചിങ് നടന്നില്ലെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ കാരണം നമുക്ക് ഫോളിങ് എഡ്ജ് മിസ്സാവാം. അപ്പോൾ നമുക്ക് ഇൻട്രപ്റ്റ് ആൻഡ് ദസ് നോട്ട് റെസ്പോണ്ട് ടു ഇൻട്രപ്റ്റ് റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കാം. അപ്പോൾ 8085 മൈക്രോ പ്രൊസസ്സറുള്ള എഡ്ജ് ട്രിഗർ ഇൻട്രപ്റ്റ്സ് ഒക്കെ ഏതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ RST 7.5 ആണ്. Level triggered interrupts. Level sensitive interrupts overcome the problem of latching. അതായത് ലാച്ചിങ്ങിൻ്റെ പ്രോബ്ലം ഇത് ഓവർകം ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എഡ്ജ് ട്രിഗറിൽ ലാച്ചിങ് ഉണ്ടായിരുന്നു, ആ പ്രോബ്ലം ഇവിടെ ഓവർകം ചെയ്തു. ഇൻ ദിസ് ദ റിക്വസ്റ്റിംഗ് ഡിവൈസ് ഹോൾഡ് ഇൻട്രപ്റ്റ് ലൈൻ അറ്റ് സ്പെസിഫൈഡ് ലോജിക് സ്റ്റേറ്റ് അൻറ്റിൽ ദ മൈക്രോ പ്രൊസസ്സർ അക്നോളജ് ദ ഇൻട്രപ്റ്റ്. മൈക്രോ പ്രൊസസ്സർ ഇൻട്രപ്റ്റ് അക്നോളജ് ചെയ്യുന്നത് വരെ ഒരു റിക്വസ്റ്റിംഗ് ഡിവൈസ് ഹോൾഡ് ദി ഇൻട്രപ്റ്റ് ലൈൻ അറ്റ് സ്പെസിഫൈഡ് ലാർജ് സ്റ്റേറ്റ്. ഇനി ലെവൽ ട്രിഗർ ഇൻട്രപ്റ്റ്സ് ഏതൊക്കെയാണ്? RST 6.5 5.5 INTR ഇതൊക്കെയാണ് ലെവൽ ട്രിഗർ ഇൻട്രപ്റ്റ്സ്. 8085 ഒരു ഇൻട്രപ്റ്റ് സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. When an interrupt line goes high, processor complete the current instruction and save the address of the next instruction in PC on the stack. It also reset the interrupt enable flip-flop before transferring to control to the associated ISR, so the occurrence of further interrupts by other devices is prevented during the execution of current ISR. Before program return back from ISR, all the interrupts are enabled again. This is done using EI instruction in the ISR before using return instruction. The following sequence of events occur when INTR signal goes high. The 8085 check the status of INTR signal during the execution of each instruction. If the INTR signal 8085 completes its current instruction and sends an active or interrupt acknowledge signal if the interrupt is enabled. In response of the INTA signal, external logic places an instruction opcode on the database. In case of multi-byte instruction, additional interrupt acknowledge machine cycles are generated by 8085 to transfer the additional bytes into microprocessor. On receiving the instruction, 8085 saves the address of next instruction on the stack and executes received instruction. Theoretically, the external logic can place any instruction code on the database in response to the INTA. However, only call and RST code sees the content of PC onto the stack and branch programs control to the subroutine address. Response for RST instruction. If the external device places an opcode for any one of RST instruction, RST 0 to RST 7, then 8085 pushes content of PC onto stack. It then branches the program control to the vector address of corresponding RST instruction. Response for call instruction. If the external devices places an opcode for call instruction, 8085 generates 2 additional interrupt acknowledge cycles. ഇൻസ്ട്രക്ഷൻസും എക്സാക്കോഡും വെക്ടർ അഡ്രസ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. RST 0 to 7 വരെയുള്ളതിൽ ഇത് ഇൻട്രപ്റ്റ്സിൻ്റെ കോൾ ലൊക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്.
പിന്നെ മാസ്കിങ് ആൻഡ് അൺമാസ്കിങ് ഓഫ് ഇൻട്രപ്റ്റ്സ് നോക്കാം. ഇൻട്രപ്റ്റിനെ മാസ്ക് ചെയ്യാനും അൺമാസ്ക് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് എനേബിൾ ഇൻട്രപ്റ്റ്, ഡിസേബിൾ ഇൻട്രപ്റ്റ്, സെറ്റ് ഇൻട്രപ്റ്റ് മാസ്ക്, റീഡ് ഇൻട്രപ്റ്റ് മാസ്ക്, 4 സിമ്മിലും റിമ്മിലും ഓരോ 8 ബിറ്റ്സിൽ ഉള്ള ഓരോ ബിറ്റിൽ എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രപ്റ്റ്സിൽ പഠിക്കാനുള്ളത്.